Hello students, welcome to another video on the subject compressible fluid flow. In this video, we will be discussing continuity equation. നമ്മൾ ഇതിനു മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്നുള്ളത് കൺസർവേഷൻ ഓഫ് മാസിനെ ബേസ് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതേപോലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും നോക്കാം. The principle of conservation of mass states that mass may neither be created nor be destroyed. It can only be transformed from one kind to another. നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. മാസ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കത്തില്ല. അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതാണ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫോർ എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന് വേണ്ടി എം ഈക്വൽ ടു കോൺസ്റ്റന്റ്, എം എന്ന് പറഞ്ഞാൽ മാസാണ്, എം ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, മാസ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. എന്താ കാര്യം? ഒരു സിസ്റ്റത്തിൽ മാസ് ക്രിയേറ്റ് ചെയ്യുകയോ അതേസമയം ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതൊരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. സോ മാസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് വരും. നമുക്കറിയാം ഏതൊരു കോൺസ്റ്റന്റിന്റെയും ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിട്ട് പോകും. സോ ഈ മാസിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് പോകണം? അത് 0 ആയിട്ട് പോകണം. സോ dm by dt equal to 0, where dt is the change in time and m is the mass. അപ്പോൾ ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ഡെറിവേഷനിലേക്ക് പോവാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ നല്ല രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ലോങ് പൈപ്പ് കൺസിഡർ ചെയ്യുക. ഞാനിവിടെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ലോങ് പൈപ്പ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഇതിലൂടെ ഉള്ള ഗ്യാസിൻ്റെ ഫ്ലോ ആണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഈ പൈപ്പ് ത്രൂ ഔട്ട് അതിൻ്റെ വോളിയം കൺസിഡർ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഒരു സെക്ഷൻ എടുക്കണം. ഈ ഭാഗത്തായിട്ട് ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ വോളിയത്തിലൂടെയുള്ള ഗ്യാസ് ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഗ്യാസ് ഫ്ലോ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സെക്ഷനിലേക്ക് വരാം. അപ്പോൾ ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ കാണുന്ന ലൈൻ, അതിലേക്കാണ് ഈ ഗ്യാസ് എൻ്റർ ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾക്ക് ഇൻലെറ്റ് സർഫസ് എന്ന് വിളിക്കാം. അതേപോലെ ഈ കാണിച്ചിരിക്കുന്ന ലൈനിലൂടെയാണ് ഈ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയത്തിൽ നിന്നും ഗ്യാസ് പുറമേക്ക് എക്സിറ്റ് ചെയ്യുന്നത്. സോ അതിനെ നമുക്ക് 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി 1-ഉം 3-നും ഇടയിലുള്ള ഈ ഒരു വോളിയം നമ്മൾക്ക് 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1-ഉം 3-ഉം ആണ് ഇൻലെറ്റും ഔട്ട്ലെറ്റും സർഫസസ്. അതേസമയത്ത് 2 എന്നുള്ളത് എന്താണ്? അതിനിടയിലുള്ള ഒരു വോളിയമാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു ഫിഗറാണ് ഇവിടെ 3 ഡയമെൻഷനലി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു പർട്ടിക്കുലർ ആംഗിൾ ഐസോമെട്രിക് ആയിട്ട് നോക്കുമ്പോൾ അതൊരു എലിപ്സ് ആയിട്ടായിരിക്കും കാണാം. പൈപ്പാണല്ലോ. സോ ഈ കാണിച്ചിരിക്കുന്ന തിക്കർ എലിപ്സ് ആണ് ഇതിൻ്റെ 1 എന്നുള്ള ഭാഗം, അതായത് ഫസ്റ്റ് സർഫസ്. അതേസമയത്ത് ഇവിടെ ഡോട്ടൽ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നതാണ് 3 എന്നുള്ള സർഫസ്. 1-നും 3-നും ഇടയിലുള്ള ആ വോളിയമാണ് 2 എന്നുള്ളത്. സോ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ കാണിച്ചിരിക്കുന്നത് സ്ട്രീം ലൈൻസ് ആണ്. അതാണ് ഗ്യാസിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കൺട്രോൾ സർഫസ് എന്നുള്ളത് കാണാം. അതേപോലെ ഈ ഒരു ഹെഡിങ്ങിൽ കൺട്രോൾ വോളിയവും എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് കൺട്രോൾ വോളിയവും കൺട്രോൾ സർഫസും എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം തെർമോഡൈനാമിക്സിൽ നമ്മൾ സിസ്റ്റംസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഇതിൽ ഓപ്പൺ സിസ്റ്റം എന്നുള്ളത് എന്താണ്? അതിൽ മാസും അതേപോലെ എനർജിയും സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതേസമയത്ത് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ മാസ് ട്രാൻസ്ഫർ ചെയ്യില്ല സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ, പക്ഷേ എനർജി എന്ത് ചെയ്യും? സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനിടയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓപ്പൺ സിസ്റ്റത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് കൺട്രോൾ വോളിയം. അതേസമയത്ത് ക്ലോസ്ഡ് സിസ്റ്റത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കൺട്രോൾ മാസ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സിസ്റ്റം, അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തിലേക്ക് എന്ത്? മാസ് കയറി വരുന്നുണ്ട് അല്ലേ? ഗ്യാസിൻ്റെ മാസ് കയറി വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഗ്യാസ് ആ സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്ക് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. സോ ഇതൊരു ഓപ്പൺ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? കൺട്രോൾ വോളിയമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കൺട്രോൾ വോളിയം എന്നുള്ളത് വന്നിരിക്കുന്നത്. ഇനി എന്താണ് കൺട്രോൾ സർഫസ് എന്നുള്ളതാണ്. കൺട്രോൾ വോളിയം അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റത്തിന്റെ ബൗണ്ടറിയെ പറയുന്ന പേരാണ് കൺട്രോൾ സർഫസ്. സോ ഇവിടെ ഈ എലിപ്സ് 1 എന്നുള്ള എലിപ്സ് ഇൻലെറ്റ് കൺട്രോൾ സർഫസും 3 എന്നുള്ളത്
ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസ് ആണ്. അതേസമയത്ത് 1നും 3നും അതായത് ഇൻലെറ്റ് കൺട്രോൾ സർഫസിനും ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസിനും ഇടയിലുള്ള 2 എന്നുള്ള വോളിയം കൺട്രോൾ വോളിയമാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫിഗർ ഷോസ് എ കൺട്രോൾ വോളിയം ഇൻ വിച്ച് 1 and 3 represents control surface but 2 represents control volume. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഈ ഫിഗർ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള നൊട്ടേഷൻസും കാര്യങ്ങളും മനസ്സിലാവത്തുള്ളൂ. നമുക്ക് അതിലേക്ക് പോകാം. നൊട്ടേഷൻസ് പറഞ്ഞതിന് ശേഷം നമുക്ക് വരാം. ആദ്യത്തെ നൊട്ടേഷനാണ് ടി. അതേപോലെ ടി പ്ലസ് ഡി ടി. നമ്മൾ ഫിഗറിൽ നോക്കുമ്പോൾ അവിടെ ടിയും ടി പ്ലസ് ഡി ടിയും കാണാം. അതായത് വേറൊന്നുമില്ല, ഈ ഗ്യാസ് ഉണ്ടല്ലോ, ഞാനൊന്നൊരു കാണിക്കാം ഫിഗർ. ഈ ഗ്യാസ് ഈ കൺട്രോൾ സർഫസ് 1ലേക്ക് എൻട്രി ചെയ്യുന്ന ടൈമാണ് ടി. അതേസമയത്ത് ഇതേ ഗ്യാസ്, അതായത് ഇൻലെറ്റ് ചെയ്ത ഗ്യാസ് കൺട്രോൾ സർഫസ് 3യിലൂടെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസിലൂടെ എക്സിറ്റ് ചെയ്യുന്ന ടൈമാണ് ടി പ്ലസ് ഡി ടി. അപ്പോൾ ഞാനൊന്നുകൂടി പറയാം. ടി എന്നുള്ളത് കൺട്രോൾ സർഫസ് 1ലേക്ക് ഗ്യാസ് എൻട്രി ചെയ്യുന്ന ടൈമാണ് ടി. അതേസമയത്ത് ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസിൽ നിന്നും അതേ ഗ്യാസ് എക്സിറ്റ് ചെയ്യുന്ന ടൈമാണ് ടി പ്ലസ് ഡി ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടി ഈക്വൽ ടു ടൈം ഓഫ് ഗ്യാസ് എൻറ്ററിംഗ് ദി ഇൻലെറ്റ് കൺട്രോൾ സർഫസ് 1 ആൻഡ് ടി പ്ലസ് ഡി ടി ടൈം ഓഫ് ഗ്യാസ് ലീവിംഗ് ദി എക്സിറ്റ് കൺട്രോൾ സർഫസ് 3. ഇനി നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ മാസായിട്ട് ബന്ധപ്പെട്ട ചില നൊട്ടേഷൻസ് ആണ്. അത് M1T, M2T, M2 T പ്ലസ് ഡി ടി, M3 T പ്ലസ് ഡി ടി എന്നൊക്കെ ഉള്ളതാണ്. അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യം M1T, അതായത് വേറൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ആ ഫിഗറിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കാം. സെയിം ഫിഗറാണ്. അപ്പോൾ 1 എന്നുള്ളതാണ് ഈ ഒരു ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസ് 3. ഇതിനിടയിലുള്ള വോളിയമാണ് 2. ഇപ്പോൾ ഗ്യാസ് ഇതിലൂടെ വന്ന് എൻട്രി ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് 1ലേക്ക് എൻട്രി ചെയ്തെന്ന് വിചാരിക്കാം. അവിടെയുള്ള ടൈമാണ് ടി. അതേസമയത്ത് ഇതിലേക്ക് ഇൻലെറ്റ് ചെയ്ത സെയിം ഗ്യാസ് ഇതിലൂടെ പുറമേക്ക് പോകുമ്പോൾ ഉള്ള ടൈമാണ് ടി പ്ലസ് ഡി ടി. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി M1T എന്താണെന്നുള്ളത്, 1 എന്നുള്ളത് കൺട്രോൾ സർഫസ് 1നെ റെപ്രസെന്റ് ചെയ്യുന്നു. ടി എന്നുള്ളത് ഇൻലെറ്റ് ടൈമിനെയും അല്ലെങ്കിൽ എൻട്രി ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഈ ഗ്യാസ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് എവിടെയെല്ലാം ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ടാവും? ഒബ്വിയസ്ലി 1ൽ ഗ്യാസ് ഉണ്ടാവും, കാരണം ഇൻലെറ്റ് ചെയ്യുന്നത് 1ലൂടെയാണ്. അതേപോലെ തന്നെ 2വിലും ഗ്യാസ് ഉണ്ടാവും, കാരണം 2വിന്റെ ഭാഗമാണ് 1. സോ ഇൻലെറ്റ് ചെയ്യുന്ന സമയത്ത് 1ലും 2വിലും ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ ഇൻലെറ്റ് ടൈമിൽ 1ലുള്ള മാസിനെ M1T എന്നും അതേസമയത്ത് കൺട്രോൾ വോളിയം 2വിലുള്ള മാസിനെ M2T എന്നും റെപ്രസെന്റ് ചെയ്യാം. സോ അതാണ് എഴുതിയിരിക്കുന്നത്. M1T ഈക്വൽ ടു മാസ് ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ഇൻലെറ്റ് കൺട്രോൾ സർഫസ് 2 ഇൻ ടൈം ടി. ഇവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. 2 അല്ല 1 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 1. അപ്പോൾ 1 എന്നുള്ള കൺട്രോൾ സർഫസിൽ ടൈം ടിയിലുള്ള മാസാണ് M1T. സെയിം രീതിയിൽ മാസ് ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ കൺട്രോൾ വോളിയം 2 ഇൻ ടൈം ടി. 2 എന്നുള്ള കൺട്രോൾ വോളിയത്തിൽ ടൈം ടി സെക്കൻഡിൽ അല്ലെങ്കിൽ ടൈം ടിയിലുള്ള മാസാണ് M2T. ഇനി അടുത്തത് ലീവ് ചെയ്യുന്ന സമയത്ത്, അതായത് 3യിലൂടെ ഗ്യാസ് പുറമേക്ക് പോകുന്ന സമയത്ത് എവിടെയെല്ലാം ഗ്യാസ് ഉണ്ടാവും? ഒബ്വിയസ്ലി 3യിലൂടെയാണ് എക്സിറ്റ് ചെയ്യണത്. സോ 3യിൽ മാസ് ഉണ്ടാവും. അതേപോലെ 3 2വിന്റെ കൂടി ഭാഗമാണ്. സോ 2വിലും മാസ് ഉണ്ടാവും. സോ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും മാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രസൻസ് ഉണ്ടാവും. ഒന്ന് ഔട്ട്ലെറ്റ് കൺട്രോൾ സർഫസ് 3യിലും മറ്റൊന്ന് കൺട്രോൾ വോളിയം 2വിലും. അതാണ് എഴുതുന്നത്. M2T പ്ലസ് ഡി ടി എന്ന് പറഞ്ഞാൽ കൺട്രോൾ വോളിയം 2വിൽ എക്സിറ്റ് ടൈം ടി പ്ലസ് ഡി ടി സെക്കൻഡിലുള്ള മാസാണ് M2T പ്ലസ് ഡി ടി. അതാണ് ഇവിടെ ഇരിക്കുന്നത്. മാസ് ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ കൺട്രോൾ വോളിയം 2 ഇൻ ടൈം ടി പ്ലസ് ഡി ടി. സെയിം രീതിയിൽ M3T പ്ലസ് ഡി ടി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ എക്സിറ്റ് കൺട്രോൾ സർഫസ് 3 ഇൻ ടൈം ടി പ്ലസ് ഡി ടി. അതായത് കൺട്രോൾ സർഫസ് 3യിൽ എക്സിറ്റ് ടൈം ടി പ്ലസ് ഡി ടിയിലുള്ള മാസാണ് M3T പ്ലസ് ഡി ടി. അപ്പം നൊട്ടേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ഡെറിവേഷനിലേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണത് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ഈ ഒരു സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻലെറ്റ് ചെയ്യുന്ന മാസ് ആയിരിക്കും എക്സിറ്റ് ചെയ്യാം. സോ ഇൻലെറ്റ് മാസും എക്സിറ്റ് മാസും എന്തായിരിക്കണം? സെയിം ആയിട്ട് വരണം. അതാണ് ആദ്യം എഴുതാനുള്ളത്. മാസ് ഓഫ് ഗ്യാസ് എൻറ്ററിംഗ് ദി കൺട്രോൾ വോളിയം ഈക്വൽ ടു മാസ് ഓഫ് ഗ്യാസ് ലീവിംഗ് ദി കൺട്രോൾ വോളിയം. അപ്പോൾ
എൻട്രി ചെയ്യുന്ന മാസ് ഓഫ് ഗ്യാസും എക്സിറ്റ് ചെയ്യുന്ന മാസ് ഓഫ് ഗ്യാസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എൻട്രി ചെയ്യുന്ന സമയത്ത് എവിടെയെല്ലാം മാസ് ഉണ്ടെന്നാണ് പറഞ്ഞത്? അത് ടി വരുന്ന ഭാഗങ്ങൾ നോക്കിയാൽ മതി. അതായത് M1 ടിയും M2 ടിയും. അതേസമയത്ത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് സഫിക്സ് ടി പ്ലസ് ഡി ടി വരുന്ന നോക്കുക. M2 ടി പ്ലസ് ഡി ടിയും M3 ടി പ്ലസ് ഡി ടിയും. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതാം: M1 ടി പ്ലസ് M2 ടി പ്ലസ് ഡി ടി. അതാണ് എന്ത്? എൻട്രി ചെയ്യുന്ന സമയത്ത് ടോട്ടൽ മാസ്. അതേസമയത്ത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയായിരിക്കും? M2 ടി പ്ലസ് ഡി ടി പ്ലസ് M3 ടി പ്ലസ് ഡി ടി. അപ്പൊ ഇതാണ് ഇൻലെറ്റ് ചെയ്യുന്നത്, ഇതാണ് എക്സിറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ ഈ ഒന്ന് റീഅറേഞ്ച്മെന്റ് നടത്തുകയാണ്. അതായത് M2 ടി പ്ലസ് ഡി ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെയുള്ള M2 ടി റൈറ്റ് സൈഡിലേക്കും M3 ടി പ്ലസ് ഡി ടി ലെഫ്റ്റ് സൈഡിലേക്കും പോയി. അപ്പോൾ നമുക്ക് റീഅറേഞ്ച്മെന്റ് കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടി ഈക്വൽ ടു M1 ടി മൈനസ് M3 ടി പ്ലസ് ഡി ടി. അത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു ഇക്വേഷൻ 3നെ ഡി ടി വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതുന്നത്. ഡിവൈഡ് ദി ഇക്വേഷൻ 3 ബൈ ഡി ടി വി ഗെറ്റ്. അപ്പോൾ ത്രൂ ഔട്ട് ഡി ടി വെച്ച് ഡിവൈഡ് ചെയ്തു, അത് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ M2 ടി പ്ലസ് ഡി ടി, ഇവിടെ M2 ടി. ഇതിനെ ത്രൂ ഔട്ട് ഡി ടി വെച്ച് നമ്മൾ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പ്. M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു, ഇവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, M1 ടി ബൈ ഡി ടി മൈനസ് M3 ടി പ്ലസ് ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ അഞ്ചാമത്തെ ഇക്വേഷൻ എടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യണം. അത് ഇവിടെയുള്ള 3 ടേംസിന് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 M1 ടി ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 M3 ടി പ്ലസ് ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പോൾ ഇതാണ് 6th ഇക്വേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 6th ഇക്വേഷനിലുള്ള 3 ടേംസിനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരികയാണ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോവാം. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കണം. അപ്പോൾ ഫ്രം LHS ഇക്വേഷൻ 6, അപ്പോൾ ഇക്വേഷൻ 6ന്റെ LHS നമ്മൾ എടുക്കുകയാണ്. അതായത് ഈ ഒരു ടേം നമ്മൾ എടുത്തെഴുതാണ്. അതെഴുതി ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടി ഓൾ ഡിവൈഡഡ് ബൈ ഡി ടി. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഡോ ബൈ ഡോ ടി MCV. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറയാം. നമുക്കറിയാം M2 അല്ലെങ്കിൽ 2 എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്നത് കൺട്രോൾ വോളിയമാണ്, അല്ലെ? 2 എന്നുള്ളത് കൺട്രോൾ വോളിയമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു M2 ടി പ്ലസ് ഡി ടി എന്ന് പറഞ്ഞാൽ കൺട്രോൾ വോളിയം 2വിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് മാസാണ് M2 ടി പ്ലസ് ഡി ടി. അതേ സമയത്ത് കൺട്രോൾ വോളിയം 2വിൽ ഇൻലെറ്റിന്റെ ടൈമിൽ അല്ലെങ്കിൽ എൻട്രി ടൈമിലുള്ള മാസാണ് M2 ടി. സോ കൺട്രോൾ വോളിയത്തിലെ ഫൈനൽ മാസാണ് M2 ടി പ്ലസ് ഡി ടി, ഇനിഷ്യൽ മാസാണ് M2 ടി. അപ്പൊ ഇവ തമ്മിൽ മൈനസ് ചെയ്താൽ, അതായത് ഫൈനൽ മാസ് മൈനസ് ഇനിഷ്യൽ മാസ് ചെയ്താൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ മാസ് കിട്ടും. എവിടുത്തെ ചേഞ്ച് ഇൻ മാസ്? കൺട്രോൾ വോളിയത്തിലെ ചേഞ്ച് ഇൻ മാസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, അതായത് ലിമിറ്റ് ഈ M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടിനെ നമ്മൾക്ക് ചേഞ്ച് ഇൻ മാസിൻ എവിടുത്തെ? കൺട്രോൾ വോളിയം എന്ന് എഴുതാം. അതായത് ചേഞ്ച് ഇൻ മാസ് ഡി എവിടുത്തെ? കൺട്രോൾ വോളിയം. അതായത് കൺട്രോൾ വോളിയം 2 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ CV എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ റെപ്രസെന്റേഷൻ നോക്കി വയ്ക്കാം. നമുക്ക് CV എന്ന് വെച്ചാൽ കൺട്രോൾ വോളിയത്തിന്റെ ഷോർട്ടാണ്. അപ്പോൾ M2 ടി പ്ലസ് ഡി ടി മൈനസ് M2 ടിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? DMCV എന്ന് എഴുതാം. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്തത് കൊണ്ട് ഈ ഒരു ടേം നമുക്ക് ഡി എന്നുള്ളത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ആയിട്ട് വരും. അതാണ് ഇവിടെ കാണുന്നത്, ഡോ ബൈ ഡോ ടി MCV. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ 6th ഇക്വേഷനിലെ LHSനെ നമുക്ക് ഡോ ബൈ ഡോ ടി ഓഫ് MCV എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഡോ ബൈ ഡോ ടി ഓഫ് MCV എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാസ് ഇൻ കൺട്രോൾ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ പറയുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി. സോ ഇവിടെ മാസ് ആണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് എവിടത്തേത്? കൺട്രോൾ വോളിയം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിതിൻ കൺട്രോൾ വോളിയം. അതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ ടി ആയിട്ട് മാറിയാകുന്നത്. ഇനി നമ്മൾക്ക് റൈറ്റ് സൈഡിലുള്ള 2 ടേംസിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാം. അതായത് ഈ ടേമിനും ഈ ഒരു ടേമിനും അതെഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ ടേം, അതായത് ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 M1 ടി ഡിവൈഡഡ് ബൈ ഡി ടി എന്നുള്ള ടേം എടുത്ത് എഴുതാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്റഗ്രൽ DM ഡോട്ട്. എങ്ങനെയാണ് ഈ ടേം വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇപ്പോൾ സപ്പോസ് നമുക്കൊരു വലിയൊരു ബാർ ഉണ്ടെന്ന് വിചാരിക്കാം, വലിയൊരു റോഡോ ബാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ടോട്ടൽ മാസ് എം ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ഇതിനെ ഒരു 3-4 സെക്ഷൻസ് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ നമ്മളതിനെ ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ ഡിവിഷനും അല്ലെങ്കിൽ ഓരോ പാർട്ടിനും സെയിം മാസാണ്, അത് ഡി എം ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബാർ എടുത്തു, അതിനെ ഈക്വൽ മാസുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ഈച്ച് മാസ് ഈസ് ഓഫ് ഡി എം. ഓക്കെ, അപ്പോൾ ഓരോ മാസിനും എത്രയാണ്, ഡി എം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം എം ഈക്വൽ ടു, എങ്ങനെ എഴുതാം, ഡി എം പ്ലസ്, അല്ലേ, 4 പ്രാവശ്യം എന്ത് ചെയ്യണം, ഡി എം ആഡ് ചെയ്ത് പോയാൽ മതി, അല്ലേ. ഞാൻ എല്ലാം എഴുതുന്നില്ല. ഡി എം പ്ലസ് ഡി എം പ്ലസ് ഡി എം പ്ലസ് ഡി എം, അങ്ങനെ 4 തവണ ഡി എം ആഡ് ചെയ്ത് പോവാം. അങ്ങനെ 4 തവണ ആഡ് ചെയ്ത് പോവാം. ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം, നമ്മൾക്ക് സിഗ്മ ഡി എം എന്ന് എഴുതാം, അല്ലേ. സമ്മേഷനെ കാണിക്കുന്ന നൊട്ടേഷൻ ആണ് എന്ത്, സിഗ്മ. അതല്ലെങ്കിൽ നമ്മൾക്ക് എഴുതാം എന്ത്, ഇന്റഗ്രൽ ഡി എം എഴുതാം. ഇന്റഗ്രേഷനും എന്താണ്, സമ്മേഷനാണ്, ഇന്റഗ്രൽ ഡി എം. ഓക്കെ അല്ലേ. അപ്പോൾ എമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഡി എം എന്ന് എഴുതാം. ഇനി നമുക്ക് പിന്നെ അറിയാവുന്ന ഒരു, അപ്പോൾ എമ്മിനെ ഇന്റഗ്രൽ ഡി എം എന്ന് എഴുതാം. ഇത് മാത്രമല്ല, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലും മറ്റും പഠിച്ചിട്ടുണ്ട്, മാസ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് എം ബൈ ടി. എം ബൈ ഡി എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ട് ആണ്, അല്ലേ, എം ഡോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എം ഡോട്ടിനെ ഇതുപോലെ എം ഇന്റഗ്രൽ ഡി എം ആണെങ്കിൽ എം ഡോട്ട് എന്തായിരിക്കും, ഇന്റഗ്രൽ ഡി എം ഡോട്ട് ആയിരിക്കുമല്ലോ, അല്ലേ, അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇന്റഗ്രൽ ഡി എം ഡോട്ട്. ഇവിടേക്ക് വരാം. ഇവിടെ നമ്മൾക്ക് എം ബൈ ഡി ടി, അതിന് നമുക്ക് എന്ത് എഴുതാം, ഇന്റഗ്രൽ ഡി എം ഡോട്ട് എന്ന് എഴുതാം. ഈ രീതിയിൽ നമുക്ക് ഇന്റഗ്രൽ ഡി എം ഡോട്ട് എന്ന് എഴുതാം. ഇനി ഇന്റഗ്രേഷന്റെ ഭാഗത്ത് ഇവിടെ ഇൻ എന്നുള്ളൊരു ടേം കാണാം. അത് ഇൻലെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻട്രി കണ്ടീഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വരാനുള്ള കാരണം ഇവിടെ സഫിക്സ് നോക്കുക, 1T. 1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് സർഫസ്, ടി എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ടൈം. സോ അത് കണ്ടീഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇന്റഗ്രൽ ഇൻ എന്ന് വന്നിരിക്കുന്നത്. ഇനി നമ്മൾക്ക് അപ്പോൾ ഇതിനുള്ള റീപ്ലേസ്മെന്റ്സുമായി ഇനി വേണ്ടത് ഇതിനുള്ള റീപ്ലേസ്മെന്റ്, രണ്ടാമത്തെ ടേം. ഇത് സെയിം രീതി തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ 8ാമത്തെ ഇക്വേഷൻ മേക്ക് ചെയ്ത പോലെ, അതായത് ഇന്റഗ്രൽ ഇൻ ഡി എം ഡോട്ട് റെപ്രസെന്റ് ചെയ്ത പോലെ നോക്കുക. ഇവിടെ 3t പ്ലസ് ഡി ടി ആണല്ലോ, അതായത് എക്സിറ്റ് കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ലിമിറ്റ് ഡി ടി ടെൻസ് ടു 0 m3t പ്ലസ് ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു ഇന്റഗ്രൽ ഔട്ട് ഡി എം ഡോട്ട്. കാരണം 3d പ്ലസ് ഡി ടി എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റ് കണ്ടീഷൻ ആണ്. സോ ഇതിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് 7th 8th ആൻഡ് 9th ഇക്വേഷൻസ് നമുക്ക് 6th ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണുന്നത്. ഡോ ബൈ ഡോ ടി ഓഫ് എം സി വി ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എം ഡോട്ട് മൈനസ് ഇന്റഗ്രൽ ഔട്ട് ഡി എം ഡോട്ട്, ഇന്റഗ്രൽ ഔട്ട് ഡി എം ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ഇന്റഗ്രൽ ഫോം. ഇനി ഈ പറയുന്ന ഇക്വേഷന്റെ സ്റ്റേറ്റ്മെന്റ് താഴെ കാണിച്ചിട്ടുണ്ട്. അതായത് വേറൊന്നുമില്ല, എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഡോ ബൈ ഡോ ടി ഓഫ് എം സി വി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിതിൻ കൺട്രോൾ വോളിയം. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഫ്രം ഇക്വേഷൻ 10, അതായത് ഇക്വേഷൻ 10ൽ നിന്നും ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൺട്രോൾ വോളിയം ഇൻ ദ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു, അല്ലെ, ഈക്വൽ ടു എന്താണ്, ഡി എം ഡോട്ടും ഡി എം ഡോട്ടും, അതായത് മാസ് ഫ്ലോ റേറ്റ്. എവിടത്തേത്, ഇൻലെറ്റ് പിന്നെ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇൻലെറ്റ് മാസ് ഫ്ലോ റേറ്റും ഔട്ട്ലെറ്റ് ടൈമിലെ മാസ് ഫ്ലോ റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും എന്ത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിതിൻ കൺട്രോൾ വോളിയം എന്നുള്ളത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാസ് വിതിൻ കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് മാസ് ഫ്ലോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 10ാമത്തെ ഇക്വേഷന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി നമ്മൾ ഈ ഇക്വേഷനെ വീണ്ടും നമ്മൾ റീഅറേഞ്ച് ചെയ്യും. അതിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോ ബൈ ഡോ ടി ഓഫ് എം സി വി എന്നുള്ള ഇക്വേഷൻ എടുത്ത് എഴുതി. അതിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഈ കാണുന്നത്, ഡോ ബൈ ഡോ ടി ഓഫ് ഇന്റഗ്രൽ സി വി റോ ഡി വി എന്നുള്ളത്. അതെന്താണ് അങ്ങനെ വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം റോ ഈക്വൽ ടു, അതല്ലെങ്കിൽ ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. ഇനി അങ്ങനെയാണെങ്കിൽ മാസ് ഈക്വൽ ടു എന്താണ്, റോ ഇൻറ്റു ഡി വി, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. നമ്മൾ നേരത്തെ പറഞ്ഞു എമ്മിനെ, നേരത്തെ നമ്മൾ ഈക്വൽ സെക്ഷൻസ് ആയിട്ട് തിരിച്ച് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എം എന്നുള്ളത് എന്താണ്, ഇന്റഗ്രൽ
ഡി എം എന്ന് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇൻ്റഗ്രൽ ഡി എം എന്ന് നമ്മൾ എഴുതാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ടു. ഇനി ഈ ഡി എം, ഈ എമ്മിൻ്റെ സ്ഥാനത്തേക്ക് ഈ റോ വി എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം എം ഈക്വൽ ടു എന്താണ്, ഇൻ്റഗ്രൽ ഡി എമ്മിന് പകരം റോ വി. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാണ് റോ വി എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇടണം, കാരണം എമ്മിന് പകരം ഉള്ളതാണ് ആ ടേം. അപ്പോൾ ഇൻ്റഗ്രൽ ഡി റോ വി എന്ന് എഴുതാം. നമുക്കറിയാം റോ എന്നുള്ളത് ഡെൻസിറ്റി ആണ്. നമ്മളിവിടെ അസ്യൂം ചെയ്യണത് ഇതൊരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി എന്ത് ചെയ്യാൻ പാടില്ല, വേരി ചെയ്യാനായിട്ട് പാടില്ല. സോ ഇതിൽ നിന്നും റോ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇടുന്നതാണ് റോ ഇൻറ്റു ഡി വി എന്നുള്ളത്, അല്ലേ? ഇങ്ങനെ വരും ഇക്വേഷൻ. സോ അതാണ് ഈ കാണുന്നത് ഇൻ്റഗ്രൽ റോ ഇൻറ്റു ഡി വി. അപ്പോൾ നോക്കുക, എം സി വിക്ക് പകരം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എന്ത്, ഇൻ്റഗ്രൽ എമ്മിന് പകരം റോ ഇൻറ്റു ഇൻ്റഗ്രൽ എമ്മിന് പകരം റോ ഇൻറ്റു ഡി വി എന്ന് എഴുതി. ഇനി ഇവിടെ സഫിക്സ് സി വി ആയതുകൊണ്ട് ഇൻ്റഗ്രലിൻ്റെ ഭാഗത്ത് നമ്മൾ സി വി എന്ന് എഴുതി. ബാക്കിയുള്ള ഡോ ബൈ ഡോട്ട് ഇവിടെയും നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ഡോ ബൈ ഡോലിൻ്റെ ഉള്ളിൽ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഉള്ള സ്റ്റെപ്പാണ് ഇൻ്റഗ്രൽ സി വി ഡോ ഇൻറ്റു ഡി വി എന്നുള്ളത്. ഇതാണ് നമ്മുടെ 11th ഇക്വേഷൻ. അപ്പോൾ ഇതിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇനി റൈറ്റ് സൈഡിലുള്ള രണ്ട് ടേംസിനുള്ള എക്സ്പ്രഷൻസ് അതിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഇൻ്റഗ്രൽ ഇൻ ഡി എം ഡോട്ട്, അതിനുള്ള എക്സ്പ്രഷൻ ഇതാണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം മാസ് ഫ്ലോ റേറ്റ് എം ഡോട്ടിൻ്റെ ഇക്വേഷൻ ആണ്. എഴുതാം ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഇനി ഇവിടെ വെലോസിറ്റിനെ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മനസ്സിലാക്കുക, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ എന്നുള്ള സബ്ജക്റ്റിൽ വെലോസിറ്റി എന്നുള്ളത് സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ സി, അപ്പോൾ റോ എ സി ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോ എ വി എന്ന് പറഞ്ഞ് ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. അവിടെ വെലോസിറ്റി വി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഇവിടെ നമ്മൾ സി ആണ്. അപ്പോൾ എം ഡോട്ട് ഈക്വൽ ടു റോ എ സി. അപ്പോൾ ഡി എം ഡോട്ട് എന്തായിരിക്കും, നമുക്കറിയാം എം ഡോട്ട് ഈക്വൽ ടു റോ എ സി ആണെങ്കിൽ എന്താണ്, എം ഡോട്ടിന് മറ്റൊരു റെപ്രസെൻറ്റേഷൻ കൂടി ഉണ്ട്. എം ഡോട്ട് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഡി എം ഡോട്ട് എന്ന് എഴുതാം. നേരത്തെ നമ്മൾ എഴുതിയ പോലെ ഇൻ്റഗ്രൽ ഡി എം ഡോട്ട്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എം ഡോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇൻ്റഗ്രൽ ഡി ഓഫ് എം ഡോട്ടിന് പകരം റോയാണത് എ സി എന്ന് വരും. ഓക്കെ, അത് മൊത്തത്തിൽ ബ്രാക്കറ്റിൽ ഇടണം. ഇനി നോക്കുക, ഇതിൽ റോ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. സോ റോ എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ റോ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവിൻ്റെ പുറത്തേക്ക് വരും. റോ വന്നു. ഇനി സി എന്നുള്ളത് വെലോസിറ്റി ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ്, ഇവിടെ ഗ്യാസ് ഫ്ലോ ചെയ്യണത് സെയിം വെലോസിറ്റി. അപ്പോൾ സിയും എന്താണ്, അപ്പോൾ റോ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ റോ സി എന്നുള്ളത് കോൺസ്റ്റന്റ് ആയി. ബാക്കി ഡി എന്തിക്ക് മാത്രമേ വരുള്ളൂ, ഏരിയ ഓഫ് പൈപ്പ് എന്ത് ചെയ്യാം, റോ സി ഡി എന്നായിരിക്കും. എന്തിനു വരത്, എം ഡോട്ടിന് വരുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇൻ്റഗ്രൽ ഇൻ ഡി എം ഡോട്ട് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഡി എം ഡോട്ടിന് പകരം നോക്കാം, ഇൻ്റഗ്രൽ ഡി എം ഡോട്ടിന് പകരം നമുക്ക് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ റോ സി ഡി എന്ന് എഴുതാം. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇത് ഇൻലെറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഇൻലെറ്റ് വരും. സെയിം രീതിയിൽ ഇൻ്റഗ്രൽ ഇവിടെ ഞാൻ എഴുതി തെറ്റാണ്, സോറി, ഇവിടെ ഔട്ട് എന്നാണ് എഴുതേണ്ടത്. ഈ ഭാഗത്ത് ഔട്ട് എന്ന് എഴുതണം. ഔട്ട് ഇൻ്റഗ്രൽ ഡി എം ഡോട്ട് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഔട്ട് റോ സി ഡി എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരുത്തണം. എടുത്തെഴുതുമ്പോൾ ഔട്ട് എന്ന് എഴുതാം. ഓക്കെ, അവിടെ ഔട്ട് എന്ന് എഴുതണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക്, അപ്പം ഈ ഇക്വേഷനിൽ 10 ഇക്വേഷനിൽ 3 ടേംസിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്കായി. അതെല്ലാം ഇതിലേക്ക് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്നതാണ് ഇൻ്റഗ്രൽ റോ സി ഇൻ്റഗ്രൽ ഓവർ സി വി ഡോ ബൈ ഡോട്ട് ഓഫ് റോ ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻ റോ സി ഡി എ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഔട്ട് റോ സി ഡി എ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ സ്റ്റെപ്പിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൽ ഈ റൈറ്റ് സൈഡിന് ഉള്ള ടേമിന് നമ്മൾ മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എസ് റോ സി ഡി എന്ന് എഴുതി. കാരണം ഇന്നും ഔട്ടും എന്താണ്, കൺട്രോൾ സർഫസ് ആണ്. സോ അവ തമ്മിലുള്ള ഡിഫറൻസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ സി എസ് റോ സി ഡി എ മൈനസ് സൈൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി സ്പെഷ്യൽ കേസുകളിലേക്ക് പോവാം. നമ്മളിവിടെ ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്.
അപ്പോൾ നോക്കുക, നമ്മുടെ ഈ ഇക്വേഷനിൽ 14th ഇക്വേഷനിൽ നോക്കുക, ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഡോ റോ ബൈ ഡോ ടി ഇൻറ്റു ഡി വി എന്നുള്ള ടേം കാണാം. നമുക്കറിയാം ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ റോ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റിയുടെ ഡിഫറൻഷ്യൽ എന്തായിരിക്കും? ഡെറിവേറ്റീവ് എന്തായിരിക്കും? അത് 0 ആയിട്ട് പോകും. അതാണ് എഴുതിയാണ്. ഫോർ സ്റ്റഡി കംപ്രസിബിൾ ഓർ ഇൻകംപ്രസിബിൾ ഫ്ലോ ഡോ ബൈ ഡോ ടി ഓഫ് റോ ഈക്വൽ ടു എന്തായിരിക്കും? 0. അപ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ 14 എന്നുള്ള ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. എന്താവും? ഇന്റഗ്രൽ ഓവർ ഇൻ റോ സി ഡി എ മൈനസ് ഇന്റഗ്രൽ ഓവർ ഔട്ട് റോ സി ഡി എ ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ ഈ മൈനസ് ഇന്റഗ്രൽ ഔട്ട് റോ സി ഡി എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് പോയാൽ ഇക്വേഷൻ ഈ രീതിയിൽ റീഅറേഞ്ച് ചെയ്യപ്പെടും. ഇനി ഇതിൽ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റോയും സി എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ അത് രണ്ടും ഈ രണ്ട് ടേംസിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ ഇന്റഗ്രലിന് പുറത്തേക്ക് വരുമ്പോഴേക്കും റോ സി ഇന്റഗ്രൽ ഓവർ ഇൻ ഡി എ ഈക്വൽ ടു റോ സി ഇന്റഗ്രൽ എന്ന് വരും. നമുക്ക് ഔട്ട് ഡി എന്ന് വരും. നമുക്കറിയാം ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഡി എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. സോ ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾക്ക് ഇതിൽ ഒരു കാര്യം കൂടി പറയാം. ഇൻലെറ്റ് എന്നുള്ളതിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുക, ഔട്ട്ലെറ്റിനെ 2 എന്ന് റെപ്രസെന്റ് ചെയ്യുക. സോ റോ 1 ഇവിടെ C1 എന്ന് വരും. ഇവിടെ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് C2 വരും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് നോക്കുക എന്ത് വരും? റോ 1 C1 ഇന്റഗ്രൽ ഡി എന്നുള്ളത് എ ആയി. അത് ഇൻലെറ്റ് ആയതുകൊണ്ട് A1. അതേസമയത്ത് റൈറ്റ് സൈഡിൽ റോ 2 C2 ഇന്റഗ്രൽ ഡി എന്നുള്ളത് A2. അതെന്തായി? കോൺസ്റ്റന്റ് ആയിട്ട് വന്നു. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതായത് എം ഡോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്കറിയാം എം ഡോട്ട് ഈക്വൽ ടു റോ എ സി ആണ്. സോ റോ 1 C1 A1 ഈക്വൽ ടു റോ 2 C2 A2 എന്ന് എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാം? റോ എ സി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അതിവിടെ എഴുതിയിട്ടില്ല, ഞാനിവിടെ എഴുതാം. റോ സി എ ഈക്വൽ ടു, ഇത് സി ആണ്, ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ എം ഡോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാവും. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഫോർ 1 ഡയമെൻഷണൽ സ്റ്റഡി ഫ്ലോ. താങ്ക് യു.